Yeah, so this is the logo we're going to reveal the logo that we made for the RSI Round Square meeting. It has our tagline, a shared shore from belonging to becoming. This explains how different cultures will come together and meet in Kerala, where we can share ideas, more information on each other, and bond together for the next 5 to 6 days. So from belonging to becoming, meaning from coming here to becoming more, to becoming leaders, to becoming the first. So yes. We've already started accepting students. We're going to have over 200 students coming in from over 50 schools from around the world. We are jam-packed with a bunch of activities for Round Square, and yeah, we're giving everyone the best experience they can. ഏകദേശം 25 to 30 അത്രയും കുട്ടികളാണ്, അത്രയും വിദ്യാർത്ഥികൾ, അത്രയും സ്കൂൾസിൽ നിന്നുള്ള കുട്ടികളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഓഗസ്റ്റ് 11 മുതൽ 16 വരെയാണ് ഈ പരിപാടി നടക്കുന്നത്. ഇനി നമസ്കാരം. ഞങ്ങൾ ചെറിയൊരു സന്തോഷ വാർത്ത പങ്കിടാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞങ്ങൾ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നാണ്. ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ സ്കൂൾ പോരാണിയാണ് അതിൻ്റെ മെയിൻ ബ്രാഞ്ച് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ രണ്ടും ടീച്ചേഴ്സാണ്, ഇതവിടുത്തെ സ്റ്റുഡൻസാണ്. ഓക്കെ, ഞങ്ങളുടെ സ്കൂളിൽ 2026 ഓഗസ്റ്റ് 11 മുതൽ 16 വരെ ഒരു റൗണ്ട് സ്ക്വയർ കോൺഫറൻസ് നടക്കുന്നു. അതിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളും അധ്യാപക സംഘങ്ങളുമാണ് പങ്കെടുക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും പങ്കെടുക്കുന്ന ആൾക്കാർ പുറത്തുനിന്നുള്ള ആൾക്കാരുണ്ട്. പുറത്തുനിന്ന് പറഞ്ഞാൽ വിദേശത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. ഡെൻമാർക്ക്, ഖത്തർ, UAE എന്നിവിടങ്ങളിൽ നിന്നും, ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ്, തമിഴ്നാട്, ഉത്തരാഖണ്ഡ്, ഹരിയാന, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ഡൽഹി, തെലങ്കാന, ഇങ്ങനെയുള്ള പല രാജ്യങ്ങളിൽ നിന്നും, പല ഭാഗത്തു നിന്നും, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും കുട്ടികൾ, വിദ്യാർത്ഥി സംഘടനകൾ അവിടെ പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒരു റൗണ്ട് സ്ക്വയർ സ്കൂളാണ്. റൗണ്ട് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഒരു 50 രാജ്യങ്ങളിലായിട്ട് 280-ലധികം വിദ്യാർത്ഥികൾ അടങ്ങുന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് റൗണ്ട് സ്ക്വയർ. അവരുടെ പ്രധാനപ്പെട്ട ഐഡിയാസ് എന്ന് പറഞ്ഞാൽ സർവീസ് എങ്ങനെയാണ്, അതല്ലെങ്കിൽ അവരുടെ ഇൻ്റർനാഷണലിസം, ഇങ്ങനെയുള്ള ഐഡിയോളജികളാണ് അവർ മുൻകൂറായിട്ട് അതിന് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ റൗണ്ട് സ്ക്വയറിൻ്റെ ഭാഗമായിട്ട് 6 ദിവസങ്ങളിലായിട്ട് നടക്കുന്ന ഈ അന്താരാഷ്ട്ര സമ്മേളനത്തിൽ സേവന പ്രവർത്തനങ്ങൾക്കും സാംസ്കാരിക പരിപാടികളും കൂടാതെ കുറച്ച് ആഘോഷങ്ങളും ഒക്കെയാണ്. അപൂർവ സംഘമായിരിക്കും ഈ സ്കൂളിൽ നടക്കുക. അതിന് നിങ്ങളെല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഞങ്ങളുടെ സ്കൂളിൽ സന്ദർശിക്കുന്നുണ്ട്. അത് 14 തീയതിയാണ്, രാവിലെ 10:30-ക്കാണ് മുഖ്യമന്ത്രിയുടെ വിസിറ്റ് ഉള്ളത്. പിന്നെ അതുകൂടാതെ ഞങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഓഗസ്റ്റ് 13 തീയതി ഞങ്ങൾ കോട്ടൂർ ട്രൈബൽ സ്കൂളിൽ, ഇവിടെ ട്രൈബൽ സ്കൂളുണ്ട് കോട്ടൂർ, അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു ലൈബ്രറി സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ കുട്ടികളുടെ അവിടെ ഒരു LKG പ്രീ പ്രൈമറി കുട്ടികൾ 49 കുട്ടികൾ പഠിക്കുന്ന ഒരു സെൻ്ററാണത്. അവിടെ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഈ വരുന്ന ഡെലിഗേറ്റ്സ് അവിടെ പോയിട്ട് വാൾ പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓഗസ്റ്റ് 15 തീയതി രാവിലെ 6 മണിക്ക് മാരത്തോൺ മാനവീയം വീതിയിൽ നിന്നും ആരംഭിച്ചിട്ട് കവടിയാർ വരെ ഉള്ള ദൂരം മാരത്തോൺ ഈ വരുന്ന ഡെലിഗേറ്റ്സിനായിട്ട് അവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അന്ന് തന്നെ നമ്മുടെ വഞ്ചിയിലുള്ള ഹെറിറ്റേജ് ലൈബ്രറി അതൊന്ന് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കുട്ടികളും ഡെലിഗേറ്റ്സും കൂടെ പോകുന്നുണ്ട്. പിന്നെ അവർക്ക് ഈ ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ്, അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള ആൾക്കാരുമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മുടെ ഓണവും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഒരു ചെറിയ ഓണാഘോഷം ട്രിൻസിൽ വെച്ചിട്ട് നടത്തുന്നുണ്ട്. അതിൻ്റെ സമാപന ചടങ്ങ് 16 തീയതിയാണ് നമ്മളുടെ സമാപന ചടങ്ങ്. അത് UDS വെച്ചിട്ടാണ് നടത്തുന്നത്, കോവളത്ത്. ഓക്കെ,
പിന്നെ അതിൽ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്കൂള് ആദ്യം മുതലേ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന് പറയുന്നത് സോഷ്യൽ സർവീസുകളിൽ മുൻതൂക്കം കൊടുക്കുന്ന, പഠനത്തിന് പുറമെ സോഷ്യൽ സർവീസിന്, സേവന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു സ്കൂളാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ 11ാം ക്ലാസ്സിലെ കുട്ടികൾ കഴിഞ്ഞ 22 വർഷമായിട്ട് എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണി തൊട്ടിട്ട് 10 മണി വരെ അടുത്തുള്ള 4 ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, സ്പോക്കൺ ഇംഗ്ലീഷാണ് അവർ പഠിപ്പിക്കാൻ പോകുന്നത്. ആ സ്കൂളുകളിലെല്ലാം ഈ ഡെലിഗേറ്റ്സും ഞങ്ങളുടെ കുട്ടികളും വിസിറ്റ് ചെയ്യുന്നുണ്ട്. അവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നു, അവർക്ക് വേണ്ട കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു സന്തോഷ സമയത്തിലേക്ക് അല്ലെങ്കിൽ സന്തോഷവേളയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യാനാണ് ഞങ്ങളിന്ന് ഇവിടെ വന്നിരിക്കുന്നത്.